ക്വസ്റ്റ്യൻ നമ്പർ 23 അനാലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ചോദ്യമായിരുന്നു. ചോദ്യം തന്നിരിക്കുന്ന ഇത്രയും ആളുകളിൽ ആരൊക്കെയാണ് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള സോൾട്ടുകൾ എന്നാണ് ചോദ്യം. അപ്പോൾ കൃത്യമായി നമ്മുടെ സോൾട്ട് അനാലിസിസിൽ ആനിയോൺ കാറ്റോൺ അനാലിസിസ് എടുക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റുകളും അവരുടെ കളറും നമ്മൾ ഓർത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എവിടെ നിന്നാണ് ഏതൊക്കെ ഭാഗത്താണ് ഇത് കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ മക്കളെ, ലെഡിൻ്റെ കൺഫേർമേറ്ററി ടെസ്റ്റിൽ ഇതിൽ 3 പേരുണ്ട്. ലെഡ് അയഡൈഡ്, ലെഡ് ക്രോമേറ്റ്, ലെഡ് സൾഫേറ്റ്. കാരണം ലെഡിൻ്റെ കൺഫേർമേറ്ററിയിൽ ഒന്ന് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു, ഒന്ന് പൊട്ടാസ്യം ക്രോമേറ്റ്, ദെൻ സൾഫ്യൂരിക് ആസിഡും ആൽക്കഹോൾ ആഡ് ചെയ്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ലെഡ് അയഡൈഡ് ഉപയോഗിക്കുമ്പോൾ പൊട്ടാസ്യം അയഡൈഡ് ഉപയോഗിക്കുമ്പോൾ ലെഡ് അയഡൈഡിൻ്റെ യെല്ലോ പ്രസിപ്പിറ്റേറ്റും പൊട്ടാസ്യം ക്രോമേറ്റ് ലെഡ് ക്രോമേറ്റിൻ്റെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ 3 പേരുടെയും കളറുകൾ വളരെ കൃത്യമായിട്ട് ഇവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാം. നോക്കൂ മക്കളെ, ലെഡ് സൾഫേറ്റ് ഇസ് വൈറ്റ്, ലെഡ് ക്രോമേറ്റ് ഇസ് യെല്ലോ, ഓക്കെ, ലെഡ് അയഡൈഡ് ഇസ് ആൾസോ യെല്ലോ. ഇനി ബാക്കിയുള്ള ആളുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണേ, മാംഗനീസ് സോൾട്ടുകളുടെ കൺഫേർമേറ്ററി ടെസ്റ്റ്, മാംഗനീസിൻ്റെ കൺഫേർമേറ്ററി ടെസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി പറയുന്നുണ്ട് മാംഗനീസ് ക്ലോറൈഡിലേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാംഗനീസ് ഹൈഡ്രോക്സൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാംഗനീസ് ഹൈഡ്രോക്സൈഡ് ഇസ് വൈറ്റ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്ത് നിങ്ങൾ നോക്കിയേ, ഗ്രൂപ്പ് 5 കാറ്റോണുകളുടെ കൺഫേർമേറ്ററിയിൽ ഗ്രൂപ്പ് 5 കാറ്റോണുകളെ നമ്മൾ എന്തായാലും അസറ്റേറ്റുകളാക്കി മാറ്റണമല്ലോ. സോ ബേരിയം അസറ്റേറ്റിലേക്ക് പൊട്ടാസ്യം ക്രോമേറ്റ് ഒഴിക്കുമ്പോൾ ബേരിയം ക്രോമേറ്റ് എന്ന് പറയുന്ന യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും സ്ട്രോൺഷ്യം അസറ്റേറ്റിലേക്ക് അമോണിയം സൾഫേറ്റ് ഒഴിക്കുമ്പോൾ സ്ട്രോൺഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും കാൽഷ്യം അസറ്റേറ്റിലേക്ക് അമോണിയം ഓക്സലേറ്റ് ഒഴിക്കുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഈ 3 പേരും നമ്മളുടെ ചോദ്യത്തിലുണ്ടായിരുന്നു. 3 പേരെ ഞാൻ കാണിച്ചു തരാം. മക്കൾ നോക്കൂ, സ്ട്രോൺഷ്യം സൾഫേറ്റ് ഇസ് വൈറ്റ് ഇൻ കളർ, ദെൻ അവിടെ ഉണ്ടായിരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ഇസ് ആൾസോ വൈറ്റ് ഇൻ കളർ ആൻഡ് ബേരിയം ക്രോമേറ്റ് ഇസ് യെല്ലോ ഇൻ കളർ. ഓക്കെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആളുകളെ കൂടി നോക്കാം. നോക്കൂ, അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഗ്രൂപ്പ് 6 അതായത് മെഗ്നീഷ്യത്തിൻ്റെ കൺഫേർമേറ്ററിയിൽ പറയുന്നുണ്ട് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡുകൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഇസ് വൈറ്റ് ഇൻ കളർ എന്ന കാര്യം ക്ലിയർ ആണ്. മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഇസ് വൈറ്റ് ഇൻ കളർ. ഇനിയുള്ളത് അസറ്റേറ്റിൻ്റെ കൺഫേർമേറ്ററി ടെസ്റ്റ് നമ്മൾ എടുത്താൽ മക്കൾ അതിലൊന്നാണ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുക എന്നുള്ളത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ബ്രൗൺ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയി മാറും. ആ ബ്രൗൺ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട FeOH twice CH3COO അഥവാ അയൺ 3 ഡൈ ഹൈഡ്രോക്സി അസറ്റേറ്റ്. അവൻ ബ്രൗൺ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ ഇവൻ ബ്രൗൺ റെഡ് ആണ്, കളർലെസ് അല്ല, അവൻ കളേർഡ് ആണ്, ബ്രൗൺ റെഡ് ആണ്, ബ്രൗൺ റെഡ്. AgBr പിന്നെ നമുക്കറിയാമല്ലോ, അവൻ പെയിൽ യെല്ലോ ആണ് എന്ന് കൃത്യമായി പറഞ്ഞു, അല്ലെങ്കിൽ യെല്ലോയിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളേർഡ് ആയ എത്ര പേരുണ്ട് മക്കളെ? 1 2 3 4 5 പേർ വൈറ്റ് കളറാണ്. സോ നിങ്ങളുടെ ആൻസർ വരിക 5 ആണ്. 5.